എന്നാലും അപ്പോ എനിക്ക് എന്തോ ഇത് ശരിയായിട്ട് തോന്നുന്നില്ല. അവനൊരു ഭ്രാന്തനാണെന്ന് വെക്കാം, പക്ഷെ ഇടയ്ക്കിടെ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് എന്തിനാ? എന്താടാ അപ്പു ഇതൊക്കെ? ആക്ച്വലി അത് മേമ ഞങ്ങൾക്ക് മനസ്സിലാവാത്ത എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഇവിടെ. സിഹിക്ക് ആക്സിഡന്റ് ആയത്, അത് കഴിഞ്ഞ് എല്ലാ തടസ്സങ്ങളെയും മാറ്റി സിഹിയെ ഒരു പ്രശ്നമില്ലാതെ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോ ഇപ്പോ ഓരോന്ന് സംഭവിക്കുന്നത്. ഐ മീൻ, അമ്പലത്തിൽ വെച്ച് സിഹിയെ നിന്ന നിൽപ്പിൽ കാണാതായല്ലോ. ഇങ്ങനെ ഓരോന്ന് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ചെയ്യുന്നത് നമുക്കറിയുന്ന ആരോ ആണെന്ന്. എന്ന് വെച്ചാ നമുക്ക് നന്നായിട്ട് അറിയുന്ന ആരോ ആണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന്. നിങ്ങൾക്ക് എങ്ങനെ തോന്നിയിരുന്നു മേമ? എടാ അതെല്ലാം വിട്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു അപ്പു. ഇനിയെങ്കിലും കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കണം. യാ മേമ. ഏയ് സീത, നീ നല്ല തിരക്കിട്ട ക്ലീനിങ്ങിലാണെന്ന് തോന്നുന്നു. ഉഗാദി വരാൻ പോവല്ലേ, അതുകൊണ്ട് വീടൊക്കെ ക്ലീനിങ്ങിലാ. അല്ല സീത, വീട്ടിലെ ജോലിക്കാരില്ലേ, അവരിതൊക്കെ ചെയ്തോളില്ലേ? നീ ദേശായി കുടുംബത്തിലെ മരുമകളല്ലേ, അങ്ങനെ പെരുമാറണ്ടേ? എന്റെ വീടാ പ്രിയ ഇത്. നമ്മുടെ വീട്ടിലെ ജോലി ചെയ്യാൻ പറ്റാത്ത വിധത്തില് വലിയ ആൾക്കാരായോ നമ്മള്? അയ്യോ എന്റെ മോളെ, ഞാൻ ഒന്നും പറഞ്ഞില്ല, വിട്ടേക്ക്. അതല്ലടി, ഇന്ന് ജോലിക്കാരെല്ലാം ലീവാ. ശ്വേത മാത്രമേ വന്നിട്ടുള്ളൂ. അവര് മേമയെ കിച്ചണിൽ ഹെൽപ്പ് ചെയ്തോണ്ടിരിക്കുക. ഞാൻ വെറുതെ ഇരിക്കുമല്ലേ, അതുകൊണ്ട് വീടൊക്കെ ക്ലീൻ ചെയ്യാന്ന് വെച്ചു. ഇപ്പൊ ഞാൻ ഇവിടെ എത്തിയല്ലോ, ഇനി ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം. ഒന്നും വേണ്ട, നീ അവിടെ തന്നെ ഇരുന്നോ. ഏയ്, എനിക്ക് ഇതിന് ഒരു ബുദ്ധിമുട്ടുമില്ല മോളെ. നിന്റെ കൂടെ ഓരോ ഗോസിപ്പും പറഞ്ഞ് ക്ലീൻ ചെയ്യാലോ എനിക്ക്. ഒരു മിനിറ്റ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ ഗോസിപ്പിൽ എന്നെ കൂടി ചേർക്കാവോ? അശോക്, കൂടുന്നുണ്ടെങ്കിൽ കൂടിക്കോ, ജോലി ചെയ്യാനായിട്ട്, അല്ലാതെ ഗോസിപ്പിനല്ല. വൈ നോട്ട്? ജോലിയിലും വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാലോ. അയ്യോ ഒന്നും വേണ്ട, രണ്ടാളും ഓഫീസ് കാര്യങ്ങൾ നോക്കിയാൽ മതി. ഓഫീസിന്റെ കാര്യങ്ങളൊക്കെ അതിന്റെ വഴിക്ക് നടന്നോളും. ഞങ്ങൾ വേണേ ഹെൽപ്പ് ചെയ്യാലോ. അശോകാണെങ്കിൽ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ആയിക്കോട്ടെ, എന്താ ജോലി എന്ന് പറ. ഓക്കെ, വെയിറ്റ്. ഇതെന്താണ് ചെയ്യണ്ടേ? ഗെറ്റ് ടു ക്ലീനിങ് ബോയ്സ്. റാം അവിടെ. അശോക് ആവട്ടെ. എന്താണ് ഇത്? പുറത്ത് നല്ല പൊടിയാണല്ലോ. ഏയ്, അവിടെ തട്ടറ. ഇവിടെ. ദേ അവിടെ നോക്ക്, യു മിസ് ദ സ്പോട്ട്. അവിടെ ക്ലീൻ ചെയ്. റാം, അത് തള്ളിയിട്ടല്ലേ? അതങ്ങനെയല്ലേ ക്ലീൻ ചെയ്യാ. ഇങ്ങതാ നോക്ക്, ഓരോ സാധനങ്ങൾ എടുത്ത് ഇങ്ങനെ ക്ലീൻ ചെയ്യണം. ഓ ഇങ്ങനെയാ? ഞാൻ ഹെൽപ്പ് ചെയ്തല്ലേ സീത? എന്താ എല്ലാരും കൂടെ ചേർന്ന് എന്താ പരിപാടി? ഉഗാദി ആയില്ലേ മുത്തശ്ശ, എല്ലാരോടെ ചേർന്ന് വീട് ക്ലീൻ ചെയ്യാം. അയ്യോ, നിന്റെ സംസാരം കേൾക്കുമ്പോ എനിക്ക് എന്റെ വാണിമോളെ ഓർമ്മ വരുന്നേ. അവളും എങ്ങനെയാ, വിശേഷ ദിവസങ്ങൾ വരുമ്പോ വീട് മൊത്തം വൃത്തിയാകുന്ന അവളായിരിക്കും. അല്ല, ഞാനും എന്തെങ്കിലും സഹായമൊക്കെ ചെയ്യണോ ഇവിടെ? അത്രയ്ക്ക് ബുദ്ധിമുട്ടാകണ്ട സൂര്യ. ഈ ജോലിക്ക് വേണ്ടി 2 മഹിളാ രത്നങ്ങള് 2 പേരെ ഹയർ ചെയ്തിട്ടുണ്ട്. ആരാണത്? ഒരാള് ഞാന്, മറ്റൊരാള് നിങ്ങളുടെ കൊച്ചുമോൻ. ഈ പൊട്ടന്മാരാ. മുത്തശ്ശ എന്താ കളിയാക്കിയതല്ല, തമാശ പറഞ്ഞല്ലേടാ. ശരി ശരി, എന്നാ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തോ. എല്ലാം പളപളാൻ തിളങ്ങണം കേട്ടോ. സുഖദുഃഖങ്ങളുടെ ജീവിതത്തില് സമാസമം ഉണ്ടാകുമെന്ന് നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും
ആഗ്രഹിക്കുന്നത് സുഖം മാത്രമാ, ദുഃഖം എടുത്ത് കളയണം. അതുപോലെ നിങ്ങൾ ഈ വീട്ടിലുള്ള അഴുക്ക് മൊത്തം ദുഃഖാണെന്ന് കരുതി പുറത്ത് കളഞ്ഞേക്ക്. നല്ലത് മാത്രം മതി ഇവിടെ. അല്ല സീത, ഇത് പറഞ്ഞപ്പോഴേ നമ്മുടെ സിഹിമോൾ എവിടെ? അവള് റൂമിൽ എഴുതിക്കൊണ്ടിരിക്ക. ഞാനാ വരണ്ടെന്ന് പറഞ്ഞ്. വെറുതെ ഡസ്റ്റ് അലർജി ആവണ്ടല്ലോ. ആ ശരിയാ മോളെ, എനിക്കും ഡസ്റ്റ് അലർജിയാ. ഞാനും അവളുടെ കൂടെ പോയി കളിച്ചോളാം. നിങ്ങൾ നിങ്ങളെ ജോലി നോക്ക്. ഒന്നും പറ്റില്ല. സൂരി സ്കൂട്ടാവാണല്ലേ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. നിക്ക്, ഞാൻ ഹെൽപ്പ് ചെയ്യാം. വേണ്ട, നിങ്ങൾ പോയിക്കേ. വാക്യൂം ചെയ്തേ. സീത, ഞാൻ വാക്കും പിടിക്കാൻ പോയ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരാ ഇവിടെ? നിനക്ക് ബുദ്ധിമുട്ടാവില്ലേ? എനിക്കൊരു ഹെൽപ്പും വേണ്ട. പോയി അത് ചെയ്യാൻ നോക്ക്. സീത, വാട്ട് ഈസ് ദിസ്? ദേശായി കമ്പനിയുടെ സിഇഒയോട് നിങ്ങൾ ഇങ്ങനെ ജോലി കൽപ്പിക്കുന്ന എന്താ മാഡം ഇതൊക്കെ? എന്റെടാ ഒന്ന് പോ നീ. ഒരു പഴഞ്ചൊല്ല് പറഞ്ഞ മനസ്സിലാവോ? ആള് രാജാവാണെങ്കിലും അമ്മയ്ക്ക് മകൻ തന്നെയാ. അറിയാം സീത, എന്നാലും അശോക്, അവള് വീണ്ടും ഫിലോസഫി പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പേ ഒന്ന് പോയി ക്ലീൻ ചെയ്യ. ആണോ? ഓക്കെ. ആ ബഹളം ഉണ്ടാക്കല്ലേ, ഡസ്റ്റ് അലർജി എനിക്ക്. ഞങ്ങൾ ക്ലീൻ ചെയ്തോണ്ടിരിക്കുക. ഇപ്പൊ കഴിയുമ്പോ സാധന, വല്ലപ്പോഴും വീട്ടിലേക്ക് വരുന്നതല്ലേ നിങ്ങൾക്ക് രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെറും കേട് വന്നെന്താ? ഫുഡ് എവിടെ? ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം കൊണ്ടുവന്ന അത് കഴിക്കാനുള്ള സ്ഥലം നിങ്ങളുടെ വയറ്റിലുണ്ടോ? പറയ. കുടിച്ച് കുടിച്ച് നിങ്ങളുടെ വയറ് നിറഞ്ഞു കാണുമല്ലോ. ഇത് ഒരു ലിക്വിഡാണേ. നീ തരുന്നത് സോളിഡാ. അന്ന് നിങ്ങൾ എന്താ പറഞ്ഞത്? എന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്തിട്ട് ഇനി നിങ്ങൾ കുടിക്കില്ലെന്ന് പറഞ്ഞതല്ലേ? എന്നിട്ട് നിങ്ങൾ ഇപ്പൊ ഈ ചെയ്യുന്നത് എന്താ? വല്ലപ്പോഴും അല്ലേ വീട്ടിലേക്ക് വരുന്നത്? അപ്പോഴെങ്കിലും നല്ലപോലെ നിന്നൂടെ? ഇതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? നാളെ ഉഗാദിയല്ലേ ഏട്ടാ? വീട്ടിലൊക്കെ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് പക്ഷെ എല്ലാ ദിവസവും ഒരുപോലെയാണോ? ഈ ബോട്ടിലും കെട്ടിപ്പിടിച്ചിരുന്നാ മതി. ഇതാ നിങ്ങൾക്ക് ഇപ്പൊ എല്ലാം. അല്ല സാധന, എനിക്കും ഈ കുടിയൊക്കെ നിർത്തണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ? ഇപ്പോ നിനക്ക് നല്ല ദേഷ്യം വന്നാലും വിഷമം വന്നാലും നീ എന്ത് ചെയ്യുമെന്ന് പറ. നേരെ അടുക്കളയിലേക്ക് ചെന്ന് കൈ കിട്ടുന്ന പച്ചക്കറിയൊക്കെ എടുത്തിട്ട് ചക എന്ന് അരിഞ്ഞ് എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കി സ്വയം സമാധാനപ്പെടുത്തും. ഇനി അച്ഛനും മനസ്സിൽ വിഷമം വന്നാൽ എന്താ ചെയ്യുക? പുസ്തകം തുറന്ന് കവിതകൾ എന്തെങ്കിലും വായിച്ചുകൊണ്ടിരിക്കും. പിന്നെ എൻ്റെ ബ്രദർ ഏട്ടൻ, അവന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ക്രിക്കറ്റും കണ്ടിരുന്ന് കമൻട്രിയും പറഞ്ഞ് സ്വയം കൂളായിക്കോളും. പിന്നെ ആ നമ്മുടെ ചേച്ചി ഉണ്ടല്ലോ, ഭാർഗവി, അവള് കണ്ണി കണ്ടവരുടെ ജീവിതം മൊത്തം തീയിട്ട് നശിപ്പിച്ച് സമാധാനിച്ചോളും. അതുപോലെ എനിക്ക് കുടിക്കുന്നത് മാത്രമാണ് എൻ്റെ ദുഃഖങ്ങൾ മറക്കാൻ ഞാൻ കണ്ടുപിടിച്ച ഒരേ ഒരു വഴി. അല്ല ഏട്ടാ, നിങ്ങളുടെ തെറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോ നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യം പറഞ്ഞ് വഴി തിരിച്ചുവിടുന്ന എന്തിനാ? അതിന് മാത്രം നിങ്ങൾക്ക് എന്ത് വിഷമം ഉള്ളെന്നെങ്കിലും പറ. നമുക്ക് മക്കളില്ലാത്തതിന്റെ കുറവ് അനിയെ സിഹിയും കാണുമ്പോ മറക്കുന്നില്ലേ നമ്മള്? അങ്ങനെയല്ലേ സാധന? എന്റെ പ്രശ്നം അതല്ല. എനിക്ക് എന്റെ പ്രശ്നം ഞാൻ തന്നെയാ മോളെ. ഐ എം എ ഫെയിലിയർ. ഞാനൊരു വലിയ ഫെയിലിയറാണ്. ഈ വീട്ടില് ഞാൻ എന്തൊക്കെ ചെയ്താലും ആരും എന്നെ വിശ്വസിക്കില്ല. പിന്നെ ആ കുഞ്ഞില്ലേ സിഹി, പാവം. സിഹിക്ക് എന്തു പറ്റി? അവക്ക് ഒരു കുഴപ്പമില്ലല്ലോ. അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. ഏട്ടാ പ്ലീസ് പറ, ഞാൻ മനസ്സിലാക്കിക്കോളാം. ഈ വീട്ടിലുണ്ടല്ലോ, സത്യമെന്ന് പറയുന്നത് ഓരോ ദിവസവും സമാധിയായിക്കൊണ്ടിരിക്കുക. എല്ലാവരും കള്ളം വിശ്വസിച്ച് അംഗീകരിച്ച് സമാധാനമായിട്ട് കഴിഞ്ഞുള്ളൂ. ആരെങ്കിലും സത്യം പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവര് ദുഷിച്ചവരാകും. അതായത് എന്നെ പോലെ.
വില്ലൻ. അന്ന് ചേട്ടന്റെയും ചേച്ചിയുടെയും മരണം, ഇന്നിപ്പോ ഇത്. എന്റെ ചേട്ടന്റെയും ചേച്ചിയുടെയും മരണത്തിന് കാരണക്കാരൻ ഞാനാണെന്ന് വിശ്വസിക്കുന്ന, അത് ഞാനല്ല എന്ന് എത്രയൊക്കെ പറഞ്ഞിട്ടും എന്തൊക്കെ ചെയ്തിട്ടും വിശ്വസിക്കാത്ത എന്റെ അച്ഛനൊരു ഭാഗത്ത്, എല്ലാം ചെയ്തിട്ടും ഒന്നും ചെയ്യാത്തവരെ പോലെ സമാധാനത്തിൽ നടക്കുന്ന ചിലരും മറുഭാഗത്തും. ചിലപ്പോ ഈ ജീവിതകാലം മുഴുവനും ഞാനിങ്ങനെ ഈ വേദനകളെല്ലാം സഹിച്ച് ചാകേണ്ടി വരും സാധന. എന്റെ വേദനകൾക്ക് ഇത് മാത്രമാണ് മരുന്ന്. നിങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്തോ, എല്ലാം എന്റെ വിധിയാ. പൊന്നെ കരയില്ലടാ. എടാ ഭക്ഷണം തരാന്നും പറഞ്ഞു പോയിട്ട് ഒരു ചിപ്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനാണ് ഇപ്പൊ എന്ത്. ഇവിടെ ക്ലീൻ ചെയ്യാൻ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ സീത. മോളെ, ആ നമ്മൾ ഇങ്ങനെ ക്ലീനിങ് ചെയ്തോണ്ടിരുന്നു കഴിഞ്ഞാലേ ഈ യുഗാദി അല്ല, ഇനി അപ്പൊ അടുത്ത വർഷത്തെ യുഗാദി വന്നാലും ക്ലീനിങ് കഴിയില്ല. അത് കറക്റ്റ്. അവര് നിങ്ങളോട് ഈ പറയുന്നേ. അവര് പറയട്ടെ, എനിക്കൊരു പ്രശ്നമില്ല. അല്ല, എന്റെ ഭാര്യയോടല്ല ഞാൻ ഈ റൊമാൻസ് കളിക്കുന്നേ. എന്തൊക്കെയാ ഈ പറയുന്നേ? എന്നെ ക്ലീൻ ചെയ്യാൻ സമ്മതിക്കില്ല, ഇങ്ങനെ കളിപ്പിച്ചോണ്ടിരിക്ക. ഞങ്ങളൊന്നും കണ്ടില്ല കേട്ടോ. ഞാനൊന്നും കണ്ടിട്ടേ ഇല്ല. എടാ, മെയിൻ ഡോറിൽ നല്ല പൊടിയുണ്ടല്ലോ. അവിടെ ഇപ്പൊ ക്ലീൻ ചെയ്തിട്ട് വന്നതല്ലേടാ. അവിടെയോ? ആ ഡൈനിങ് ടേബിളിന്റെ അവിടെ. നീ സീതയും പോയി ക്ലീൻ ചെയ്തല്ലോ. അപ്പൊ പോവാൻ ഉദ്ദേശമില്ല. ഓഹോ, ഓൾറെഡി നിങ്ങൾ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തോ? അല്ല സീത, നിനക്ക് എന്നെയും കൂടെ വിളിച്ചുകൂടായിരുന്നോ? ഞാനും വരുമായിരുന്നല്ലോ. മേമ, അടുക്കള ഒരുപാട് ജോലിയുള്ളതല്ലേ, നിങ്ങൾ അത് നോക്കിക്കോ. അതൊക്കെ ശ്വേത നോക്കിക്കോളൂ. ഇങ്ങനെ എന്തെങ്കിലും ജോലി ചെയ്തോണ്ടിരിക്കണം സീത. അങ്ങനെയല്ലേ ശ്രദ്ധ തിരിച്ചുവിട്ട് മനസ്സിലെ വിഷമമൊക്കെ മറക്കാൻ പറ്റൂ. മേമ, എന്തു പറ്റി? ഒന്നുമില്ല റാം. സീതേ, ഈ കർട്ടൻ എല്ലാം ചേഞ്ച് ചെയ്ത് വേറെ ഇട്ടാലോ നമുക്ക്? മേമ, നിങ്ങളുടെ കണ്ണൊക്കെ വല്ലാതെ പോലെ ഉണ്ടല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ കാര്യമെന്ന് പറയാ. ഒന്നുമില്ല. മേമ എന്താ ഞങ്ങളോട് മറച്ചു വെക്കുന്നത്? കാര്യം എന്താണെന്ന് പറ മേമ, പ്ലീസ്. നിങ്ങൾക്കറിയാത്ത കഥയൊന്നും അല്ല റാം. നിങ്ങൾക്കറിയാലോ, ഒരുപാട് കാലത്തിന് ശേഷമാ നിങ്ങളുടെ ചെറിയച്ഛൻ വീട്ടിലേക്ക് വരുന്നത്. വന്നപ്പോ മുതൽ ഒരിടത്തിരുന്ന് കുടിക്കാൻ തുടങ്ങിയതാ. എന്തിനായിട്ടാ ഇങ്ങനെ കുടിക്കുന്നതെന്ന് ചോദിച്ചാ എന്റെ വിഷമങ്ങൾ മറക്കാനാണെന്ന് പറയും. ഏട്ടന്റെ ഉള്ളിലെ വിഷമം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ കുടിക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല റാം. ശരിയാ, ആർക്കാണെങ്കിലും കാണുമ്പോ വിഷമം തോന്നും. മേമ, പ്ലീസ് നിങ്ങൾ സമാധാനപ്പെട്. ചെറിയച്ഛൻ എപ്പോഴും അങ്ങനെയാ. അദ്ദേഹത്തിന്റെ വിഷമം ആരോടും പറയില്ല. ഒറ്റയ്ക്ക് സഫർ ചെയ്ത ശീലം. മേമ, ഇങ്ങനെ കരയല്ലേ. ചെറിയച്ചനോട് ഞാൻ സംസാരിക്കാം. ചെറിയച്ചൻ ഇപ്പൊ എവിടെയുണ്ട്? മുകളിലിരിക്കുന്നുണ്ട്. പ്ലീസ് കരയല്ലേ. ചെറിയച്ചൻ ഇത് എപ്പോഴാ വന്നേ? രാമ രാമ, സുഖമാണോടാ മോനെ? സുഖമായിട്ടിരിക്കും ചെറിയച്ച. നിങ്ങളോ? ഇത് എപ്പോഴാ ഇങ്ങോട്ട് വന്ന അറിഞ്ഞേ ഇല്ലല്ലോ. ഇത്രയും കാലം നിങ്ങൾ ഈ വീട്ടിൽ വരുമ്പോ ആദ്യം എന്നോട് വന്ന് സംസാരിക്കുമായിരുന്നു. എന്നിട്ട് ഇന്ന് എന്തേ വരാഞ്ഞേ? ഞാൻ എന്ത് പറയാനാ രാമ? എന്നും പറയാനുള്ളത് ഒരേ കാര്യങ്ങളല്ലേ. നിനക്കറിയോ രാമ, നീ ഉണ്ടല്ലോ വളരെ നല്ലവനാടാ. പക്ഷേ നിന്റെ ചുറ്റിൽ നടക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് അത്ര നല്ല കാര്യങ്ങളല്ല. എന്താ ചെറിയ ഇപ്പൊ എന്താ ഉണ്ടായത്?
ഇതെന്താ വീടാണോ അതോ ബാറോ? വീട്ടിലെത്തിയാലുടനെ കുടിച്ചിരുന്നോളും. ഈ സത്യം എവിടെയാണോ അവിടെയാണ് കാറും ബാറും എല്ലാം. ചെറിയച്ച, നിങ്ങൾ ഒന്നും പറയണ്ട. എന്താ ഇപ്പൊ സംഭവിച്ചേ? എന്താ സംഭവിക്കുന്നതെന്നൊന്നും മനസ്സിലാകുന്നില്ല രാമ. 10-15 വർഷം കഴിഞ്ഞു. ചേട്ടനും ചേച്ചി ഇപ്പോഴും എൻ്റെ സ്വപ്നത്തിൽ വരാറുണ്ട് രാമ. നീ എന്താടാ ഇങ്ങനെയെന്ന് ചോദിച്ചോണ്ടിരിക്കും. അവർക്ക് ഉത്തരം കൊടുക്കാൻ പറ്റാതെ വിറച്ചുകൊണ്ടിരിക്കുക ഞാൻ. അവരോട് ഞാൻ എന്തു പറയാനാ രാമ? ഞാനൊരു ലോസറാണെന്ന് പറയണോ? സത്യം അറിഞ്ഞിട്ടും അസത്യം പറയേണ്ടി വരുന്ന ഒരു നിർഭാഗ്യവാനാണ് ഞാൻ. അത് ഞാൻ അങ്ങനെ അവരോട് പറയണോ? ഇവൻ എന്തിനാ വീണ്ടും ഇങ്ങോട്ട് വന്നത്? കുടിച്ചു കുടിച്ച് പ്രാന്ത് വിളിച്ച് പറയാൻ. ഈ രാമനാണെങ്കിൽ ഒരു ജോലിയും ഇല്ലാത്ത പോലെ അതൊക്കെ കേട്ടോണ്ട് നിൽക്കുന്നു. ചെറിയച്ച, എന്ത് സത്യം? ഉണ്ട് രാമ, വലിയൊരു സത്യം ഉള്ളിലുണ്ടല്ലോ. അതൊന്ന് പുറത്തേക്കെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകും. ചെറിയച്ച, എന്താ ചേച്ചി? ചേച്ചി എന്താ ഇത്ര ടെൻഷനായിട്ട് നിൽക്കുന്നത്? ഇങ്ങനെ കുടിക്കുന്നത് കണ്ട പിന്നെ ടെൻഷൻ ആവാതിരിക്കോ? അപ്പോ ഇങ്ങനെ കുടിച്ചത് മതിന്ന് പറ. അപ്പോ വല്ലപ്പോഴും വീട്ടിലേക്ക് വരുന്നതല്ലേ, കൂടി നിർത്തിയിട്ട് മര്യാദയ്ക്ക് വീട്ടിലിരിക്കാൻ പറ. അതെന്താ ഭാർഗവി ചേച്ചി, ഞാൻ കുടിച്ചാൽ നിങ്ങൾക്കെന്താ പ്രശ്നം? ഇത് എന്നോടുള്ള സ്നേഹമാണോ അതോ പേടിയോ? ചേച്ചിയമ്മേ, ഒരു മിനിറ്റ്. എന്താ ചേച്ചിയമ്മേ? ഒരു കുടിയൻ മൂക്കുമുട്ട കുടിച്ച് അകത്തൊളിപ്പിച്ച വല്ലതും പുറത്തു പറഞ്ഞ് അതിനി നിങ്ങൾക്ക് പ്രശ്നമാവുന്ന ആലോചിച്ചുള്ള പേടിയാണോ? സത്യ, ഇനഫ്. കുടിച്ചത് മതി, പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇപ്പോ ചെറിയച്ഛന് പറയാനുള്ളതെല്ലാം ഞാൻ കേട്ടോളാം. ഇപ്പോ കുടിച്ചതൊക്കെ മതി, പോയി റെസ്റ്റ് എടുക്കാൻ നോക്ക് കേട്ടോ. എന്താ ചെറിയച്ഛ പ്രശ്നമെന്ന് ചോദിച്ചു വന്നത് നീയാ. പ്രശ്നം എന്താണെന്ന് പറയാൻ തുടങ്ങുമ്പോൾ അത് വേണ്ടാന്ന് പറയുന്നത് നീയാ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുടിക്കുന്നത്. ഞാൻ പറയുന്നത് കേൾക്കാൻ ആരും ഇവിടെ തയ്യാറല്ലല്ലോ. ഞാൻ എല്ലാം കേട്ടോളാം ചെറിയച്ഛ, പക്ഷെ ഇപ്പൊ അല്ല. കുടിച്ചത് മതി തന്നെ. സീതേ, ഈ റൂം അധികം യൂസ് ചെയ്യാറില്ലല്ലോ, അതുകൊണ്ട് ഇവിടെ നല്ല പൊടിയുണ്ട്. ബാക്കിയുള്ള എല്ലായിടവും ക്ലീൻ ചെയ്യാം. സമയം കിട്ടിയാൽ നമുക്ക് ഇവിടെ ക്ലീൻ ചെയ്യാം. ഇതിങ്ങനെ വിട്ടാ പൊടി നിറഞ്ഞുകൊണ്ടേയിരിക്കും. നമുക്ക് ആദ്യം ഇത് ക്ലീൻ ചെയ്യാം. ഓ മൈ ഗോഡ്, സീത ഇത് നോക്ക്.
ഇത് ഇത്ര പഴയതാണല്ലേ? ലുക്ക് സോ ആന്റിക്. ചിലപ്പോ ഇത് ഭാർഗവി മേമയുടെ ആയിരിക്കും. അല്ല സീതേ, ഇത് വാണി ചേച്ചിയുടെയാ. റാമിന്റെ കണ്ണിൽ പെടാതിരിക്കാൻ വേണ്ടി ഭാർഗവി ചേച്ചി ഇവിടെ വെച്ചതാ. മേമ, റാമിന് ഇത് കണ്ട ഒരുപാട് സന്തോഷവും. നമുക്കിത് കാണിച്ചു കൊടുക്കാം. വേണ്ട സീതേ,